ELI10. എക്സ്പ്ലെയിൻ മീ ലൈക്ക് ഐ എം 10. ഐ എം 10 ഇയർ ഓൾഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനൊരു 10 വയസ്സുകാരനാണ്. എനിക്ക് ഒരു 10 വയസ്സുകാരനോട് വിവരിച്ച് തരുന്ന പോലെ നിങ്ങൾ കാര്യം പറഞ്ഞു തരൂ. എല്ലാ ആളുകളും മനസ്സിലാക്കി വെക്കേണ്ട ഒരു തത്വമാണിത്, ബിസിനസ്സുകാർ പ്രത്യേകിച്ചും. ഇപ്പോൾ നമ്മൾ ഈ ELI നമ്മൾ ചാറ്റ് GPT-യിലോ മറ്റോ ഏതൊരു AI സെർച്ച് എഞ്ചിനിലും നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കൂടെ ELI10 എന്നടിച്ചാൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് അത് എന്ത് ചെയ്യും, നമുക്ക് വിവരിച്ച് തരും. ഒരു 10 വയസ്സുകാരന് ഒരു 10 വയസ്സുകാരിക്ക് ഒരു കാര്യം എങ്ങനെയാണ് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇത് നമുക്ക് പല ഘട്ടങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും കമ്മ്യൂണിക്കേഷനിൽ അത്ര സ്കിൽഡ് ആയിക്കൊള്ളണം, പെട്ടെന്ന് കാര്യം മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത ടേംസ് ആൻഡ് ടെർമിനോളജീസ് മറ്റു വിഷയങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകാത്ത എന്തുണ്ടെങ്കിലും അത് ELI10 എന്ന് പറഞ്ഞോളണം എന്നില്ല. നീ ഒരു കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പോലെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്താ എന്ന് പറയുന്നത് ഒരു കുറവല്ല. അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ കാണിക്കുന്ന ശുഷ്കാന്തിയാണ് എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതേസമയം ആളുകൾ പരസ്പരം പലതും എന്ത് ചെയ്യും, സംസാരിക്കും. അതിൽ പകുതിയിലധികവും കാര്യം എന്തായിട്ടുണ്ടാവില്ല, കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം പൊതുവെ മനുഷ്യനെ സംസാരിക്കുന്ന അത്ര ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ലിസണിങ് സ്കിൽ പിന്നെ സംസാരിക്കുന്ന അത്ര താല്പര്യമില്ലാത്തൊരു സാധനം. എല്ലാവരും അങ്ങനെ നല്ല ലിസണേഴ്സ് ആയിരിക്കണമെന്നില്ല. അതേസമയം നല്ല കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും പറയുന്നവർ, ഇപ്പോൾ പേരൻസ് മക്കളോട് സംസാരിക്കുമ്പോൾ, ടീച്ചേഴ്സ് സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ, ഓഫീസിലാണെങ്കിൽ സുപ്പീരിയേഴ്സ് സീനിയേഴ്സിനോട്, സുപ്പീരിയേഴ്സ് ജൂനിയേഴ്സിനോട് സംസാരിക്കുമ്പോൾ, സ്റ്റാഫ് ലെവൽ എംപ്ലോയീസ് മാനേജേഴ്സിനോടൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പകുതിയിലധികം കമ്മ്യൂണിക്കേഷൻ ക്രീം പോയിന്റ് ലൂസ് ആകുന്ന, നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ എന്താണ് ഉദ്ദേശിച്ചത് അതെനിക്ക് മുഴുവനായിട്ട് എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ പറഞ്ഞത് ബാക്കിയാവും, കേട്ടത് മനസ്സിലായിട്ടുണ്ടാവില്ല, കാര്യങ്ങൾ നടക്കില്ല, ബന്ധങ്ങൾ വഷളാവും. ഇതാണ് ഉണ്ടാകുക. അപ്പം ഞാൻ ഈ ELI10 എന്ന ടേം പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കും എവിടെയും ഉപയോഗിക്കാവുന്നതും അത് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്ന ആളുകളോട് പറയാവുന്നതുമാണ്. ELI10 മനസ്സിലാക്കുന്ന യങ് ജനറേഷനിലൊക്കെ, പ്രത്യേകിച്ച് ടെക്കികളായ ആൾക്കാർ, മാനേജീരിയൽ എക്സ്പേർട്സിനൊക്കെ ELI10 എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതേസമയം അല്ലാത്ത ആളുകളോട് നമ്മൾ എന്ത് പറയേണ്ടി വരും, ഒരു കുട്ടിക്ക് നീ എങ്ങനെയാണോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതേപോലെ ഈ വിഷയം എനിക്ക് പറഞ്ഞതാ എന്ന് പറയുന്നതിൽ ഒരു കുറവും നമ്മൾ എന്ത് ചെയ്യരുത്, കാണിക്കരുത്.